മുക്കത്ത് വീട്ടുവളപ്പിൽ നിന്ന് 50 കിലോയിലധികം തൂക്കമുള്ള പെരുമ്പാമ്പിനെ പിടികൂടി. മാമ്പോയിൽ സ്വദേശി സന്തോഷിന്റെ വീട്ടുവളപ്പിൽ നിന്നാണ് പെരുമ്പാമ്പിനെ കണ്ടെത്തിയത്. ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. വിവരങ്ങളുമായി വർഷ ഗിരീഷാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. വർഷ, ഈ പാമ്പിനെ പിടികൂടിയിട്ടുണ്ട്. ആരാണ് പിടികൂടിയത്? ഇനി എന്താണ് പാമ്പിനെ എവിടെയാണ് വിടുക? വനത്തിൽ കൊണ്ടുവിടുക? എന്താണ് നടപടി? കോഴിക്കോട് മുക്കത്ത് വീട്ടുവളപ്പിൽ നിന്ന് 50 കിലോയിലധികം തൂക്കമുള്ള പെരുമ്പാമ്പിനെ പിടികൂടിയ ആ ദൃശ്യങ്ങളാണ്. 50 കിലോ എന്ന് പറയുമ്പോൾ അത് ചെറിയ വലുപ്പമല്ല. അതെ, വലിയൊരു പാമ്പാണ്. അതെ, ഒരു മനുഷ്യന്റെ തൂക്കം തന്നെയുള്ള ഒരു പാമ്പാണ്. വർഷ ഗിരീഷ് കോഴിക്കോട് നിന്ന് ചേരുന്നു. വർഷ, ഈ പാമ്പിനെ ഇനി എന്ത് ചെയ്യും? ഇതാരാണ് പാമ്പിനെ പിടികൂടിയത്? അനുജ, ജനവാസ മേഖലയിൽ നിന്നാണ് 50 കിലോയിലധികം ഭാരമുള്ള പെരുമ്പാമ്പിനെ പിടികൂടിയത്. മാമ്പോയിൽ സ്വദേശി സന്തോഷിന്റെ വീട്ടുവളപ്പിൽ നിന്ന് പാമ്പിനെ പിടികൂടുകയായിരുന്നു. പാമ്പിനെ കണ്ട വീട്ടുകാർ വിവരമറിച്ചതിനെ തുടർന്ന് സ്നേക്ക് റെസ്ക്യൂ വളണ്ടിയർ എത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. ഏറെ നേരത്തിൽ പരിശ്രമത്തിലൊടുവിലാണ് ഇത്ര വലിയ ഭാരമുള്ള പാമ്പിനെ പിടികൂടിയിട്ടുള്ളത്. എന്തായാലും ജനവാസ മേഖലയിൽ ഇത്ര വലിയൊരു പാമ്പിനെ കണ്ടതോടുകൂടി വലിയ ആശങ്കയിലാണ് നാട്ടുകാർ എല്ലാവരും ഉള്ളത്. പെരുമ്പാമ്പിനെ വനംവകുപ്പ് അധികൃതർക്ക് കൈമാറുമെന്നും തുടർന്ന് വനപാലത്തിൽ ഇതിനെ ഉദ്ഘാടനത്തിലേക്ക് തുറന്നു വിടുമെന്നുമാണ് റെസ്ക്യൂ വളണ്ടിയർ പറഞ്ഞത്. എന്തായാലും ഇത്ര വലിയ ഭാരമുള്ള ഒരു മനുഷ്യന് എത്ര ഭാരമുള്ള പാമ്പിനെ കണ്ടതിന്റെ ഒരു ആശങ്കയും ഭീതിയും ജനങ്ങൾക്കുണ്ട്. എന്തായാലും പാമ്പിനെ ഇപ്പോൾ പ്രദേശത്ത് നിന്നും മാറ്റിയിട്ടുണ്ട്. ഇനി അത് വനംവകുപ്പിനെ ഏൽപ്പിക്കും. വനംവകുപ്പ് തുടർന്ന് കാട്ടിലേക്ക് തുറന്നു വിടുമെന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.